ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റാഷീസ് ടോക്സ്. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പണത്തെക്കാളും സന്തോഷത്തെക്കാളും പ്രശസ്തിയെക്കാളും ഏറ്റവും അത്യാവശ്യമുള്ളൊരു സംഭവം മനസ്സമാധാനം എന്നുള്ളൊരു കാര്യം തന്നെയാണ്, അല്ലേ? നമ്മളെല്ലാ മോട്ടിവേഷൻ വീഡിയോകളിലും ഞാനടക്കം പലരും പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ സന്തോഷം നിങ്ങൾ സ്വയം കണ്ടെത്തുവിൻ, നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ കൈകളിലാണ്. കേൾക്കാനൊക്കെ നല്ല സുഖം, നല്ല രസമാണത്. നമുക്ക് ശ്രമിക്കാം, ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും, അതിലൊന്നും യാതൊരു തർക്കവുമില്ല. ആത്യന്തികമായി നമുക്ക് പരിപൂർണമായി സന്തോഷകരമായതും സമാധാനകരമായൊരു ജീവിതം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ, നമുക്ക് ചുറ്റുമുള്ള കുറച്ച് ആളുകൾ കൂടി അതിനെ സമ്മതിക്കേണ്ടതുണ്ട്. ഒന്ന് നമ്മളുടെ കുടുംബം, രണ്ട് നമ്മുടെ സൗഹൃദ വലയങ്ങൾ. ഈ രണ്ട് സ്ഥലങ്ങളിലും നമുക്ക് സമാധാനവും സന്തോഷവും ലഭിക്കുന്നില്ല എങ്കിൽ നമ്മൾ എത്ര തന്നെ സ്വയം സന്തോഷിക്കാൻ ശ്രമിച്ചാലും അതിന് ഒരു പരിധിയുണ്ട്. പിന്നെ അത്രയധികം നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ചിന്താഗതിയുള്ള ആളുകളായിരിക്കണം. പക്ഷെ ഒരു സാമൂഹ്യ ജീവികളായ മനുഷ്യനൊരിക്കലും അങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ മാത്രം എന്ന് കരുതി ഈ സമൂഹത്തിൽ ജീവിക്കാനും കഴിയില്ല. കാരണം അവന്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. കുടുംബം, അതുപോലെ സുഹൃത്തുക്കൾ, ഇങ്ങനെയുള്ള എല്ലാവരോടും നിറവേറ്റേണ്ടതായ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് സന്തോഷിക്കട്ടെ എന്ന് കരുതിയുള്ള ഒരു ജീവിതമൊന്നും നമ്മളെ സംബന്ധിച്ച് അത്ര പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യമല്ല. എത്ര സന്തോഷിച്ചാലും നമ്മൾ തിരികെ ചെല്ലുന്ന ഒരു സ്ഥലം ഒന്ന് നമ്മളുടെ കുടുംബമാണ്, രണ്ട് നമ്മുടെ സുഹൃത്തുക്കളാണ്. ഈ രണ്ട് സ്ഥലങ്ങളിലും ഒരൊറ്റ വ്യക്തി മതി. നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ ഭാര്യയാവാം, ഭർത്താവാം, സഹോദരങ്ങളാവാം, മക്കളാവാം, ആരുമാവാം. സ്വാർത്ഥ താല്പര്യങ്ങളുള്ള ഒരാൾ ആ കുടുംബത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരാൾ മതി നമ്മളുടെ സന്തോഷങ്ങളെല്ലാം തല്ലിക്കെടുത്താൻ. സുഹൃത്തുക്കളാണെങ്കിലും അങ്ങനെ തന്നെ. നമ്മുടെ ഉയർച്ചകളിൽ അധികം സന്തോഷിക്കാൻ ആരെയും കിട്ടില്ലെങ്കിലും നമ്മുടെ വീഴ്ചകളിൽ സന്തോഷിക്കാൻ ഒരുപാട് പേരുണ്ടാവും. നമ്മൾ ചെയ്യുന്ന പല നല്ല കാര്യങ്ങളും അതിന്റെ കുറ്റങ്ങളും കുറവുകളും മാത്രം കണ്ടെത്തിക്കൊണ്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരുപാട് ബന്ധുക്കളും സുഹൃത്തുക്കളും എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ ഉള്ള ഒരു സംഭവമാണ്. എത്ര അടുപ്പം കാണിച്ചാലും നമ്മളോട് വളരെ ചേർന്ന് നിൽക്കുന്ന ചിലരായിരിക്കും ചിലപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പാരപണിയുന്നത്. ഇതിനെ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. പക്ഷേ കാലക്രമേണ നമുക്ക് ഒരു തിരിച്ചറിവ് ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു കണക്കുകൂട്ടലും അഭിപ്രായവും. അത്തരത്തിലുള്ള ആളുകൾ നമ്മളുടെ കുടുംബത്തിലാണെങ്കിലും സുഹൃത്തുക്കളിലാണെങ്കിലും നമുക്കവരെ ഒരു പരിധിയിലധികം നമുക്കവരെ ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഒരിക്കലും നടക്കില്ല. അതുകൊണ്ട് അവരെ നമ്മുടെ മനസ്സിൽ നിന്ന് പരമാവധി ഇഗ്നോർ ചെയ്യുക. അതായത് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എടുക്കാതിരിക്കുക, അവർ പറയുന്ന കാര്യങ്ങൾക്ക് അധികം വില കൽപ്പിക്കാതിരിക്കുക, അവോയ്ഡ് ചെയ്യുക. അത്തരത്തിലുള്ള ആളുകളെയും അത്തരത്തിലുള്ള ബന്ധുക്കളെയും നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പഠിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് ആ വിഷമഘട്ടങ്ങളിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും. അതല്ലാതെ നമ്മളെപ്പോഴും അതിനെക്കുറിച്ച്, കാരണം 10 പേരിൽ 9 പേര് നല്ലത് പറഞ്ഞാലും ഒരാൾ ചീത്ത പറഞ്ഞാൽ ആ ഒരു ചീത്ത പറഞ്ഞ കാര്യമായിരിക്കും നമ്മളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത്. അപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും അതായിരിക്കും. അതുകൊണ്ട് ആ ഒരു അഭിപ്രായങ്ങളെ, ആ ഒരു ചിന്താഗതികളെ നമ്മളുടെ മനസ്സിൽ നിന്ന് ഇഗ്നോർ ചെയ്ത് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അപ്പോൾ കുറേയൊക്കെ നമുക്ക് സന്തോഷം ലഭിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി, നമസ്കാരം.